ഇതുപോലെയുള്ള ഊളകളാണ് കേരളത്തിൻ്റെ ശാപം. സംഘികൾ സ്ഥിരം പറയുന്നത് പോലെ ചോറ് കേരളത്തിലും കൂറങ്ങ് കേന്ദ്രത്തിലും. ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. നിത്യോപയോഗ സാധനമായിട്ടുള്ള വെളിച്ചെണ്ണ അതില്ലാതെ നമ്മളെ മലയാളീസിന് പാചകത്തിനെ കുറിച്ച് ചിന്തിക്കാനും പോലും പറ്റില്ല. പാചകം മാത്രമല്ല പല കാര്യത്തിനും. എന്നിട്ട് അതിന് പ്രതികരിക്കാൻ ഇവിടെ ആരും ഇല്ലെന്ന് പറയുമ്പോൾ ഇതാണ് ഏറ്റവും വൃത്തികെട്ട ഒരു സ്റ്റേറ്റ് എന്ന് ഞാൻ പറയും. കാരണം ബാക്കി എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കാൻ പോകുന്നുണ്ട്. നമ്മളുടെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം വില കൂടുന്ന സമയത്ത് പ്രതികരിക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ ഇയാൾ പറയുന്ന കാര്യങ്ങൾ വാസ്തവമാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വെളിച്ചെണ്ണ വില കൂടിയാലും വില കുറഞ്ഞാലും ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് അതൊരു പ്രശ്നമേ അല്ല. കാരണം വെളിച്ചെണ്ണ അധികം ആളുകൾ ഉപയോഗിക്കുന്നത് പാചകത്തിനും പിന്നെ തലയിൽ തേക്കാനുമാണ്. പാചകത്തിന് അധികം എണ്ണ ആവശ്യമാണ്, തലയിൽ തേക്കാൻ ഒരുപാട് എണ്ണ ആവശ്യമില്ല. അതുകൊണ്ട് പാവപ്പെട്ടവന് പാചകം ചെയ്യാൻ വില കുറഞ്ഞ വെജിറ്റബിൾ ഓയിൽ ഇവിടെ സുലഭമാണ്. അതുകൊണ്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് വെളിച്ചെണ്ണയുടെ വില പ്രശ്നമേ അല്ല. എന്തുകൊണ്ട് വെളിച്ചെണ്ണയ്ക്ക് വില കൂടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന നാളികേരം ഒരു കൃഷിയാണ്. കാലാവസ്ഥയുടെ വ്യതിയാനം മൂലം ചില സമയങ്ങളിൽ നാളികേരത്തിൻ്റെ കുറവ് മൂലം വെളിച്ചെണ്ണയ്ക്ക് വില കൂടാം, അത് സ്വാഭാവികം. പിന്നെ പെട്രോളിന് വില കൂടിയാൽ ജനങ്ങൾ എന്തിന് സമരം ചെയ്യുന്നു? അത് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പുറം രാജ്യങ്ങളിൽ നിന്നും സുലഭമായി കുഴിച്ചെടുക്കുന്ന ഒരു വാതകമാണ് പെട്രോൾ. നമ്മുടെ രാജ്യം ആരിൽ നിന്നും പെട്രോൾ വാങ്ങുന്നുവോ അവർ പെട്രോളിന് വില കൂട്ടിയാൽ മാത്രമേ പെട്രോളിന് വില കൂടേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ആ രാജ്യങ്ങൾ പെട്രോളിന് വില കൂടുന്നില്ല. മറിച്ച് 2014 ശേഷം നമ്മുടെ രാജ്യത്തേക്ക് എത്തുന്ന പെട്രോൾ വൻതോതിൽ വില കുറഞ്ഞിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ സർക്കാർ പെട്രോളിന് വില കുറഞ്ഞിട്ടും കുറയ്ക്കാതെ വില കൂട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ പെട്രോളിന് വില കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത് എന്ന് നോക്കാം. പെട്രോളും അതിൻ്റെ മറ്റൊരു പതിപ്പായ ഡീസലും, ഇത് രണ്ടും വില കൂടിക്കഴിഞ്ഞാൽ പെട്രോളിനെയും ഡീസലിനെയും ആശ്രയിച്ച് കഴിയുന്നവർ സ്വാഭാവികമായും വളരെ കഷ്ടത്തിലാവും. പെട്രോൾ ഒഴിച്ചിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ ഉപജീവന മാർഗം നടത്തുന്ന പാവങ്ങൾ വല്ലാതെ കഷ്ടത്തിലാകും. പിന്നെ ഡീസൽ ഉപയോഗിക്കുന്നത് എല്ലാ ചരക്ക് ലോറികളിലും ഡീസലാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഡീസലിൻ്റെ വൻ വില വർധനവിലൂടെ ചരക്ക് ലോറിയുടെ വാടക വലിയ തോതിൽ വർദ്ധിക്കുന്നു. ഈ വാടകയുടെ വർധനവ് മൂലം കുറഞ്ഞ സമ്പാദ്യമുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് ഇത് വലിയൊരു പ്രഹരമാകും. പാവപ്പെട്ടവൻ്റെ വിശപ്പിൻ്റെ വിലയറിയാത്ത ഈ BJP സർക്കാർ ഇവനെ പോലെയുള്ളവന് 3 നേരം വർഗീയ വിഷം നക്കാൻ കൊടുക്കുമ്പോൾ ഇവൻ ഇവിടെ വെളിച്ചെണ്ണയുടെ വിലയെപ്പറ്റി സംസാരിക്കും. പെട്രോളിനെയും ഡീസലിനെയും വെളിച്ചെണ്ണയോട് ഉപമിച്ച എൻ്റെ പൊന്നു ചാണകമേ, നീയാണടാ യഥാർത്ഥ രാജ്യസ്നേഹി.